നിനക്ക് വേറെ എവരോടും കളിക്കാൻ കിട്ടിയില്ലേ? അപ്പുറം പോയി കളിയടി. സോറി 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 സോറി. അപ്പൂ വാ കളിക്കാൻ പോവാം നമുക്ക്. ഫുട്ബോൾ കളിക്കാനാ? മക്കളെ പണ്ട് അപ്പൂപ്പൻ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പനെ കൊണ്ട് പറ്റൂല, വയസ്സായില്ലേ മക്കളെ. എന്റെ പൊന്നപ്പൂ, വയസ്സാവണത് ശരീരമല്ലേ, മനസ്സങ്ങനെ വയസ്സാവാൻ പാടില്ല. ഭയങ്കര യങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒരുമാതിരി പഴഞ്ചനായി പോകും. പിന്നെ ഫുട്ബോൾ കളിച്ച കയ്യാക്കാല ഒളിഞ്ഞു കിടന്നോണ്ടല്ലേ അവന്റെ മലക്കോളി. ആര്? എന്റെ മോൻ. മോനെ പേടിയാണല്ലേ? എനിക്കവനെ പേടിയൊന്നുമില്ല. പിന്നെ ഞാൻ അവനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയോണ്ടല്ലേ അവൻ നിക്കറ് കൂടെ മുള്ളു. പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഫുട്ബോൾ കളിക്കാൻ വരാത്ത? മക്കളെ പണ്ടൊക്കെ കളിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലേ ചിന്നുവിന് വലിയ പ്രയാസമാണ്. അത് മാത്രമല്ല രാമന് ഉറക്കവും കാണൂല. അപ്പൊ എനിക്കൊരു വിഷമവും ഇല്ലെന്നാണ് അപ്പൊ പറഞ്ഞു വരണല്ലേ? അങ്ങനെയല്ല മക്കളെ, ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായി. അച്ഛന്റെ ഒരു വാത്സല്യേ. മക്കളെ നോക്ക്, നല്ല വെയിലൊക്കെ ഉണ്ട്, ഇനി ഇവിടെ നിന്ന് കളിക്കൊന്നും വേണ്ട കേട്ടാ. അകത്തവിടെ പോയി ഇരിടി പോടി. അപ്പൊ പറഞ്ഞ ശരിയാണ് കേട്ടോ. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എന്റെ ഭംഗി മൊത്തം പോകും. ഒരു ഫുട്ബോൾ പ്ലെയറിന് എപ്പോഴും വേണ്ടത് യൂത്ത്നെസ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ശരി ശരി. സാധനങ്ങളൊക്കെ അയ്യോ വീടിനകത്താണോ ബോൾ കളിക്കണേ? ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങനെ അതല്ലേ? ഇല്ല ഇല്ലേ ഇവിടെ. എറിയോ നീ? പിങ്കി കളിക്കാൻ ഞാൻ എറിയും. ഇങ്ങോട്ട് വാ. തരൂല ഇങ്ങോട്ട് വാ. തരൂല തരൂല തരൂല. പിടിച്ചോ. എവിടെയെങ്കിലും തിരി. എന്തൊരു തരൂല. അയ്യോ അയ്യോ പറഞ്ഞേ. ഒരു സ്ഥലം കിട്ടിയോ നിനക്ക് വേറെ ബോൾ കളിക്കാൻ? എന്തോ അപ്പച്ചി, ഇതൊക്കെ വീട് പൊട്ടൂല്ലേ? നീ എന്തോന്ന് കാണിക്കണേ? ഇതെന്നെ കളിക്കാൻ സമ്മതിക്കില്ല, കഷ്ടം തന്നെ. ഇതിനകത്ത് വെച്ചാ നീ കളിക്കണേ? പുറത്തുനിന്ന് കളിച്ചപ്പോ അപ്പു വഴക്കുറഞ്ഞു, ഇതിനകത്തുനിന്ന് കളിച്ചപ്പോ അപ്പുവിന്റെ പെരുമോള്. ഇതൊരു കഷ്ടം അപ്പച്ചി. ഇങ്ങനെ തന്നെ ഇങ്ങനെ തളർത്തല്ലേ. എനിക്ക് ഭാവിയിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നാണ് ആഗ്രഹം. ആരാവണമെന്ന്? ഫുട്ബോൾ പ്ലെയർ. നീ ബാസ്കറ്റ് ബോൾ വെച്ചാൽ തോന്നിയാണ്? ബാസ്കറ്റ് ബോൾ ആണെങ്കിലും ഫുട്ബോൾ പോലെ നമുക്ക് കളിച്ചാൽ പോരെ. എടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിലേ കുറച്ച് പൊക്കം വേണം, കാലിനൊക്കെ നീളം വേണം. നിന്നെ പോലെ ബോൾ ഉരുണ്ടിരുന്നാലേ ആൾക്കാരെ ബോളാണെന്ന് വെച്ചാൽ നിന്നെ അടിച്ച് ഗോൾ പോസ്റ്റ് കയറ്റി. ഞാൻ പറഞ്ഞേക്കാം. ആകെ ഞാൻ സഹിച്ചു കേട്ടോ. നീ സഹിക്കാതിരിക്കാം, പക്ഷെ ഇവിടെ വെച്ച് കളിക്കാൻ പറ്റൂല. നീ പുറത്ത് അങ്ങനെ പോയി കളിക്കും. നീ പേടിപ്പിക്കില്ലേ? ഞാൻ പോയേനാ, പേടിച്ചിട്ടൊന്നുമല്ല. ഡയലോഗ് അടിക്കല്ലേ? ഇവിടെ തണലുണ്ട്, ഇവിടെ കളിക്കാം. അപ്പോ പാസ്. അപ്പോ ഗർല ഹെഡ്ഷോട്ട്. അപ്പോ സൂപ്പർ. ഓളെ അപ്പോ എന്റെ ദൈവമേ. അപ്പോ കൺഗ്രാറ്റ്സ്, കിട്ടില്ലായിരുന്നു കേട്ടാ. എന്തെങ്കിലും പറ്റിയാ? ഒന്നും പറ്റില്ല. വേദനിച്ചാ? ഇല്ല മക്കളെ, ഇല്ല. അതാണ് ഗെയിം സ്പിരിറ്റ്. വാ കളിക്കാം വാ. അത് ആര് വരുന്നേ? അത് റാമങ്ങള് കണ്ണുപിടിക്കല്ലേ, പൈസ വരല്ലേ, കണ്ണടിച്ചത്. അയ്യോ, നമ്മളെ മുഹമ്മദ് അല്ലേ, എന്റെ കൂടെ പഠിക്കുന്ന മുഹമ്മദ്. മനസ്സിലായില്ലേ? പന്ത് കളിക്കാൻ പറ്റിയ സമയം. മുഹമ്മദ്, നീ ആകെ തടഞ്ഞു കൊടുത്തില്ലടാ. ആഹാ, മുഹമ്മദ്
ഞാനാ അത് ഞാൻ വിമല. എന്ന് വെച്ചാ ആ അതൊക്കെ ഉണ്ട്. ഏ? നീ എന്താണ് അത്രയൊക്കെ തേച്ചിരിക്കണം? നല്ല മണം. അച്ഛനെന്താ വെച്ചാ ഞാൻ ഒരു കാര്യം പറയാം. അങ്കിള് തളരല്ലേ? എന്താ പറ. അപ്പൂന്റെ കിളി പോയി. അതെനിക്ക് പണ്ടേ അറിയാടി. മമത വാ ബാൾ കളിക്കാം. വാ, ബാൾ കളിക്കാം. എന്താ നീ പറയണത്? ഓർമ്മയൊക്കെ പോയെന്ന്. ഓർമ്മ പോയാ? ഓ അയ്യോ അച്ഛാ, എന്തോ ഓർമ്മ പോയെന്ന് വെച്ചാ? അതെ, ഈ പ്രായവർക്കൊക്കെ പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ. അസുഖം? ഈ എന്തോ മറന്നു പോണ അൽസൈമസ്. എടി എന്തൊരു മസാല, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ ചുമ്മാ എന്നല്ലേ? ചുമ്മാ നിക്കായിരുന്നു, പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം. എന്നാലും ഉണ്ണിയപ്പ ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്നെ അച്ഛൻ ഉണ്ണി ഗോൾ 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 ഗോൾ. പാൽ കവർ പൊട്ടിയതാണ്. അയ്യോ നോക്കാം. ഇങ്ങോട്ട് നാടാ നാടാ. എവിടെ ഇരി? വിടാ. എവിടെ നിരീക്ഷ? എന്താണത്? പാല്. പാലാ? നീ ഒരു കാര്യം ചെയ്യടാ, എന്റെ ഉമ്മയുടെ പറഞ്ഞ് ഒരു റോസ് മിൽക്ക് അടിച്ചു തരാൻ പറ. എന്റെ ഉമ്മയുടെ തോന്നുന്നു റോസ് മിൽക്ക് അടിച്ചു കൊടുക്കുക. ഞാൻ കേട്ടു. ആര് വിമലേ? എന്ത് എന്തിനു വന്നെന്നാ? ചുമ്മാ വെറുതെ. എന്നെ കാണാൻ വന്നതാ? എനിക്ക് മനസ്സിലായി. പിങ്കി എന്തോടി ഇത്? എന്റെ കളിപ്പാട്ടം അടുക്കളയല്ല കൊണ്ടുവരണത്. അതൊരു അബദ്ധം. മനുഷ്യൻ തെന്നി അടിച്ചൊന്ന് മൂടടിച്ചൊന്ന് വീണേനെ. ഇവിടെ എന്തോന്ന് കാണിക്കണേ? അങ്ങനെ പേടിപ്പിക്കണെന്തിന്? അയ്യോ കാറ്. നല്ല കാറ്. അത് മാമ കാർ കണ്ടിട്ടില്ലേ? അത് ഓട്ടിട്ട് നോക്കട്ടെ. അയ്യോ ഉള്ളാലി. ഇതെന്തോ ചേട്ടാ മാമൻ കൊച്ചുകുട്ടികളെ പോലെ? മാമ കൊച്ചുകുട്ടികളെ പോലെ അല്ല, ഇപ്പൊ കൊച്ചുകുട്ടിയാണെന്ന്. ഓ എന്തോന്ന് പറ്റിയെന്ന് എനിക്കാണോടി. എന്നെ വിളിക്കുന്ന മുഹമ്മദ് എന്നാണ്. ഓ എന്റെ തോന്നുന്നു ഈ ഇതെന്തോന്ന് പാലല്ലേ എന്റെ ഉമ്മാരെ കൊണ്ടു കൊടുത്തിട്ട് റോസ് മിൽക്ക് അടിച്ചു കൊടുക്കുക. എനിക്കറിയണ്ട എന്താണ് പറ്റിയെന്ന്, എന്തൊക്കെയാ കാണിക്കുന്നു. എനിക്കാണെങ്കിൽ എന്ത് പറഞ്ഞെന്ന് അറിഞ്ഞൂടാ. പിന്നെ എന്തേട്ടാ നോക്കിയിരിക്കണ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തെന്ത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പനിയെ തലവേദന ഛർദിലൊന്നുമല്ലല്ലോ കൊണ്ടുപോകാനായിട്ട്. ഇതെന്തൊരു മാനസിക പ്രശ്നമല്ലേ? ഇനിയിപ്പോ എന്തെന്ന് വെച്ചാ ജാക്കബ് ഡോക്ടറിനൊന്ന് വിളിച്ചാലോ? അതിന് മാമനെ പട്ടി അടിച്ചാ? അല്ല വെറ്റിനറി ജാക്കബ് ഡോക്ടർ അല്ല, പിന്നെ അല്ലാത്ത മറ്റേ നമ്മളെ സൈക്കാട്രി അല്ലേ ജാക്കബ് ഡോക്ടർ. എന്നാലും അപ്പൂന് നമ്മളൊന്നും ഓർമ്മയില്ല. എവളെ വേദനത്തിന് വിളിക്കുന്നു? നിന്നെ ആയിരുന്നു വിളിച്ച? എന്നെ വിമല. വിമല? അതാര്? പണ്ടത്തെ ലൈനാണെന്ന് തോന്നണു. നീയാ? രമ എന്നെ തിരിച്ചറിയുന്നു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നോക്ക് നോക്ക് നോക്ക്. മാമാ. അമ്മ എനിക്ക് വയറ് വെച്ചേക്കണ അമ്മ. ഇവിടെ ചോറ് വേണ്ടി തരിയമ്മ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലെങ്കി വാ. നീ അമ്മ, നമ്മളുടെ ഒരു ഫ്രണ്ട്സ് ആണ്. അളിയാ വാളിയാ കണ്ടാ? ചുമ്മരി മാമാ വല്ലുണ്ടെങ്കിൽ കോരി താ അമ്മ. എന്ത് അസുഖം ഉണ്ണിപ്പിള്ളക്ക് വന്നാലേ ഒരു കാര്യം മാത്രം എപ്പോഴും ഒരുപോലെ ഇരിക്കും, വിശപ്പ്. അമ്മ ഈ ചോറ് താ അമ്മ. നോക്കിക്കാതെ എടുത്ത് കൊടു കളവി അങ്ങോട്ട്. ഓഹോ ഇപ്പൊ ഞാൻ ഇളവിയല്ലേ? നമ്മളൊക്കെ ചെറുപ്പക്കാരൻ. അമ്മ താ അമ്മ. തരാം മോനെ. താമേ ചോറ് ചോറ് താ അമ്മ. നീ എന്തിനു മോനെന്ന് ഇപ്പൊ എന്റെ അച്ഛനെ വിളിച്ചത്? വെറും മോനെ. എന്നാ ഓക്കെ. പിന്നൊന്നും ചെയ്യണം ഹോസ്പിറ്റലിൽ പോകാൻ? എനിക്കല്ല, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യും. എനിക്ക് വയ്യ, എനിക്ക് ഇത്രയും കൂടെ ഒന്നും പറ്റണില്ല. എനിക്ക് വയറ് വെച്ചേക്കണെന്ന് പറഞ്ഞില്ലമ്മ. ചോറ് താ. നീ മാമ അഭിനയിക്കണ തന്നെ. ചോറ് കൊട്, എനിക്ക് കൂടെ എടുത്തോണ്ട് വാ. അമ്മ ചോറ് താ, വയറ് വെച്ചേക്കണ്. ദാ വരുന്നേ. ഉണ്ണി വെള്ളം. ചോറ് ഇവിടെ. ചോറ് ഇതാ കൊണ്ടുവരല്ലേ. കഴുകി. ഈ മീനില്ലേ? ഇല്ല ഇത്രേ ഉള്ളൂ. ഇത്രയുള്ള എനിക്ക് വേണ്ട മീനില്ല. എനിക്ക് ചോറ് വേണ്ട. അവിടെ
ചേച്ചി അങ്ങനെ പറഞ്ഞൂടെ മാമ കഴിക്ക്. എനിക്ക് ചോറ് വേണ്ട, മീനില്ലല്ലേ. ഡാ, കഴിക്കടാ അങ്ങോട്ട്. ഏ? എടാന്നാ നിനക്കെന്താ അതെന്റെ മോനല്ലേ? മാമനല്ലായിരുന്നാ? ഇപ്പം മാമ അല്ലല്ലോ, ഇപ്പൊ മോനല്ലേ? എനിക്ക് മീൻ കറി വേണമെന്ന്. നിനക്ക് അല്ല അടി വെച്ചേ കഴിക്കാൻ അങ്ങോട്ട്. ഈ എന്തിനു പറഞ്ഞ എനിക്ക് മീൻ കറി തരൂലേ? എടാ ഉണ്ണി കഴിക്ക് ഉണ്ണി, ഏ? കഴിക്ക്. ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് മീൻ കറി ഉണ്ടായില്ലേ ഞാൻ കഴിക്കുന്നുള്ളൂ ഇവിടെ. നീ പോയാ വടി എടുത്തോണ്ട് വാ. വടി എടുക്കട്ടെ. അത് തന്നെ. വടി എടുക്കട്ടാ? വേണ്ട, ഞാൻ മീൻ കറി താ. പിന്നെ അപ്പൊ പിന്നെ വടി എടു. കഷ്ടമാണത്. ഓ അല്ല കേക്കാണ് ഡോക്ടർ, കേക്കാണ്. എനിക്ക് വേണ്ട. അല്ല എനിക്കറിയേണ്ടതേ ഇത് വല്ല പ്രതിവിധി ഉണ്ടാന്നാണ് എനിക്കറിയേണ്ടത്. അല്ല ശ്രദ്ധിക്കാം. ഓ ഞാൻ നോക്കിക്കോളാം. ആ അയച്ചിട്ടുണ്ടല്ലേ, ശരി ശരി ഡോക്ടർ, ശരി ശരി. അല്ല ശ്രദ്ധിക്കും. ഡോക്ടറാണോ? ഓ എന്തോന്ന് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ് പേടിക്കൊന്നുമില്ല. പേടിക്കാവുന്നില്ലേ? ഓ ഇത് തലയ്ക്ക് എന്തോന്നോ ഷെയ്ക്ക് കിട്ടിയതാണ്. ഷേക്കാ? കുടിക്കുന്ന ഷെയ്ക്ക് അല്ല, ക്ഷതം. ഓ ശരിയാവൂ? ആ ഇത് ചിലപ്പോ 2 ദിവസം ഉറങ്ങിയടിക്കുമ്പോ ശരിയാവും. അത്രേ ഉള്ള. ചില ആൾക്കാർക്ക് അവസാനം വരെയും കാണും. ഓ പിന്നെ പേടിക്കാവുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട്, ഡോക്ടർ പറഞ്ഞ് പേടിക്കണ്ട. ചേട്ടാ അച്ഛനെ തട്ടേ പറ്റി പറയണത് ഇങ്ങനെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന് മരുന്നൊന്നുമില്ലേ? അത് വാട്സപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞടി. പിന്നെ അച്ഛൻ നടന്നു പോകുമ്പോ വല്ല വീഡിയോ എല്ലാം ചെയ്തതെന്ന് തോന്നുന്നു. തല വല്ല ഇടിച്ചാച്ചാ? നിനക്ക് എങ്ങനെ അറിയാം? അല്ല ഞാൻ കണ്ടില്ല എന്ന് പറയായിരുന്നു. കാണാൻ നിനക്ക് എങ്ങനെ അറിയാം? അല്ല ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കില്ല എന്ന്. നീ ഒന്ന് ചുമ്മാ ഇവിടുന്ന്. നീ എല്ലാത്തിനും അഭിപ്രായം പറയണത്തിന് വീണില്ല ചോദിച്ചാ? ഒന്നുമില്ല. എന്തോ ചേട്ടാ? നോക്കിയോ എന്തിന്? എന്റെ അപ്പു എന്തിന് ഇവിടെ ഇട്ടിട്ട് ഇരിക്കുകയാ? നോക്കട്ടെ. ചേട്ടാ എങ്ങനെയാ വേദനിപ്പിക്കണത്? എന്തിന് വേദന? ഇടിച്ചിടിച്ചിടിച്ച് ഇവിടെ ഇടിച്ചിട്ടുണ്ട് മോനെ. ഇവിടെ ഇടിച്ചാ? ഇവിടെ വേദന എടുക്കുന്നു. ഇവിടെ ഇടിച്ചാ? ഇവിടെ വേദന എടുക്കുന്ന എനിക്ക്. കാണാനില്ലല്ലേ ചേട്ടാ? ഇതൊക്കെ ചേട്ടൻ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാ? ഡോക്ടർ പറഞ്ഞേ എന്താണ് സംഭവിച്ചത് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോ ഓർമ്മ തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു. മോനെ ഇങ്ങോട്ട് നോക്ക്. എവിടെങ്കിലും ഇടിച്ച് വീണോ? ഇവിടെ വേദന എടുക്കുന്നു. അതല്ല, അവിടെ വേദന എടുക്കാൻ എവിടെങ്കിലും ഇടിച്ച് വീണാ? ഇവിടെ വേദന എടുക്കുന്നു പറഞ്ഞില്ലേ? വേദന എടുക്കണ വീണാ? എവിടെങ്കിലും തട്ടോ ഇടിക്കോ എല്ലാം ചെയ്താ? അതൊന്നും എനിക്കറിഞ്ഞില്ല. ഇവിടെ വേദന എടുക്കുന്നു. ചേട്ടാ എന്ന് ചേട്ടാ കളി. ഞാൻ അച്ഛനിന്റെ അച്ഛൻ. ചേട്ടാ വേദന എടുക്കുന്ന മാത്രമല്ലേ പറഞ്ഞോളൂ. എങ്ങനെ വേദന എടുക്കണം അറിഞ്ഞാലേ അത് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുള്ളൂ. മോനെ ആലോചിച്ച് നോക്ക്. വീണാ തറയില്ലേ? ഇങ്ങനെ വീണാ? ഇവിടെ വേദന എടുക്കുന്നു എനിക്ക്. നീ ഒന്ന് ചുമ്മാ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നീ ചോദിച്ചോക്ക്. നീ കൂട്ടുകാരിയല്ലേ? ചോദിച്ചോക്ക്. ഞാൻ തന്നെ ചോദിക്കണോ? ചോദിക്കാൻ കൊണ്ട് ഉണ്ണി വല്ലയിടത്തും വീണോ? ഇവിടെ വേദന എടുക്കുന്നു. എഴുതി പാടി വരുന്നു. ചോദിച്ചോണ്ടിരുന്നത് എന്തൊരു കട്ടോ മനുഷ്യന്മാരുടെ തല വല്ല അടിച്ചോ? ഇവിടെ വേദന എടുക്കുന്നു. ഓ നമ്മളൊഴിച്ചായി കുറ്റ. ദൈവമേ, ഞാൻ ബോൾ അടിച്ചിട്ടാണ് അപ്പൂന് ഈ ഒരു അവസ്ഥ വന്നെന്ന് ആരെങ്കിലും അറിയണം. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാൻ ഡോക്ടർ പറഞ്ഞല്ലോ വീണ്ടും ബോൾ തലക്കടിച്ചു കഴിഞ്ഞാൽ അപ്പൂന്റെ ഓർമ്മയൊക്കെ തിരിച്ചു വരൂ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. കമൺ പിങ്കി, യു ക്യാൻ. അമ്മ കഥ പറഞ്ഞതാ അമ്മ. ചേട്ടാ കഥ അറിയാമോ? അത് തന്നെ പറഞ്ഞോട്. ഒരു രാമനുണ്ണി ഉണ്ടായിരുന്നു പണ്ട് ദൂരെ ഒരിടത്ത്. രാമനുണ്ണിക്ക് ഒരു ദുഷ്ടൻ തന്ത ഉണ്ടായിരുന്നുള്ള കഥ പറഞ്ഞു. എന്തോ ചേട്ടാ? പിന്നല്ല ഈ കഥ പറഞ്ഞതാ അമ്മ. പറയാം. ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനാണെങ്കിൽ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. പിന്നെ രാജ്ഞിക്കാണെങ്കിൽ പിന്നെ ഒരു കുഞ്ഞു ജനിച്ച്. അത് ഒരു തുടങ്ങിയ ദ്രോഹമാണ് ആ രാജാവായ കുഞ്ഞിന്റെ അടുത്ത്. ആ കുഞ്ഞിനാണെങ്കിൽ പിന്നെ വീണ്ടും ഒരു കുഞ്ഞു വന്ന് കളിക്കാനായിട്ട്. പിന്നെ രാജാവും രാജ്ഞി 2 കുഞ്ഞും കൂടി മിണ്ടാടി ഉറങ്ങിന്നാണ് തോന്നുന്നു. ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല അമ്മ. ഈ മുഹമ്മദിനെ പറഞ്ഞു വിടമ്മ. എനിക്ക് എന്റെ മണ്ട അടിച്ച് ഞാൻ എങ്ങനെ ഇരിക്കുന്നു? എന്ത് അസുഖം വന്നാലും ഉണ്ടല്ലോ, ഞാൻ ഇനി ഏത് രൂപത്തിൽ വന്നാലും എന്റെ മണ്ട അടിച്ചു പൊട്ടിക്കും കളവൻ. കഥ പറയമ്മ. അമ്മയാണ് പറഞ്ഞ് കൊടറി. രാജാവും
രാജ്ഞിയും എത്ര കുഞ്ഞ്? 3 കുഞ്ഞ്. 3 4 ഓ 4. ഏറ്റവും ഇളയ കുഞ്ഞിന് പേരാണ് ഉണ്ണിക്കുഞ്ഞ്. രാജാവും രാജ്ഞിയും 3 കുഞ്ഞും കൂടെ അങ്ങനെ ഇരുന്നപ്പോ രാജാവ് വീണ്ടും വേറൊരു രാജ്ഞിയെ കൊണ്ടുവന്നു. അങ്ങനെ രാജാവും 2 രാജ്ഞിയും 3 കുഞ്ഞും കൂടെ ഇരുന്നപ്പോ രണ്ടാമത്തെ രാജ്ഞിയില് രാജാവിന് 1 കുഞ്ഞും കൂടെ ഉണ്ടായി. അപ്പൊ രാജാവ് എനിക്ക് ഉറക്കം പറഞ്ഞു. നീ അടുത്ത കഥ പറ. എനിക്ക് അവനോട് പറയാം. ഇന്ന് എഴുതിച്ചു പോകാൻ പറ. എനിക്ക് ഉറക്കം പറഞ്ഞു. ദൈവമേ, തലേ തന്നെ കൊള്ളണേ. അമ്മ 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 അപ്പു പൊട്ടിച്ച. എന്തോടെ കാണിച്ച നീ? നിനക്ക് ഭ്രാന്താന്തരം കൊണ്ടാടി രാത്രി. നിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞാണ് വീട്ടിനകത്ത് ബോൾ കളിക്കല്ലെന്ന്. ഓ, അപ്പൊ നീ തന്നെ പൊട്ടിച്ചല്ലേ? അത് ഒരു അബദ്ധം പറ്റിയാ. കള്ളം കൂടെ പറയണ നീ. അവിടെ മണ്ടയെ ഒരു ഇടിച്ചു കയറ്റി കൊടുത്തു. എന്തിന് ഭ്രാന്തെന്ന് പറയാ? എത്ര സമയം എടുത്താണ് പോയത് അവള് ബോൾ കളിക്കാൻ കണ്ട സ്ഥലം. എന്തൊരു പെണ്ണെന്തോ പോടെ അവിടെ. മോശത്തെ പെണ്ണ. ഉറങ്ങു മോനെ ഉണ്ണി കിടക്ക്. നമ്മൾ നേരത്തെ എത്ര കുട്ടികളായിരുന്നു രാജാവിന്? എനിക്കറിഞ്ഞോടി. നീ ആലോചിച്ചങ്ങ് പറഞ്ഞാ മതി. രാജാവും രാജ്ഞിയും പങ്കേഷ് പിണങ്ങിയിരിക്കായിരിക്കും അല്ലേ? അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് അടിയെന്നുള്ളതൊക്കെ കിട്ടിയുണ്ട്. ഒന്നും കുഴപ്പമില്ല അങ്ങള്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പുവിന്റെ ഓർമ്മ പോയതേ. ഓർമ്മ പോയത് ഈ ബോൾ കയറി കൊണ്ടിട്ടാണ്. എനിക്ക് അപ്പോഴേ താന്ന് രാവിലെ പൊക്കിയിട്ട പോലെ തലയടിക്കായിരിക്കും അല്ലേ? അല്ല, പിന്നെ ഞാൻ കാലുകൊണ്ട് തട്ടിയപ്പോ തല കയറിക്കൊണ്ട്. എടീ വൃത്തിയിട്ടവളെ പെങ്കി, നിന്നെ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. നീ എന്റെ അച്ഛന്റെ തല അറിഞ്ഞ് ഓർമ്മ കളഞ്ഞേക്കണല്ലേ? അയ്യോ അങ്കിള്, ഞാൻ മനഃപൂർവ്വം അല്ല അങ്കിളെ. എടീ എന്റെ അച്ഛനെ ഞാൻ വല്ലതും പറയുമെന്ന് പറഞ്ഞ് നീ എന്റെ അച്ഛന്റെ തലയെടുത്ത് അറിഞ്ഞു കൊടുത്തല്ലേ നീ? അയ്യോ, ഞാൻ കളിച്ചോണ്ടൊന്നും പറയാതെ കൊണ്ടാണ്. അറിയാതെ കൊണ്ടതാ? അങ്കിളെ അങ്കിളെ നില്ല അങ്കിളെ 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 ഞാൻ ഒരു കാര്യം പറയട്ടെ? പ്ലീസ് അങ്കിളെ, ഞാൻ പറയട്ടെ അങ്കിളെ. അങ്കിൾ ഡോക്ടർ പറഞ്ഞല്ലോ നമുക്ക് ഒന്നും കൂടി ബോൾ എടുത്തൊന്നും തലക്കറിഞ്ഞു വെക്കില്ല. അപ്പൊ നിനക്ക് ഇനിയും മതിയായില്ല. നീ എന്നാ കൊണ്ടുവച്ചേറി. നീ അങ്ങനെ മാത്രം ആക്കണ്ട, എന്നെ കൂടെ എടുത്ത് എറിഞ്ഞു കൊല്ലടി. അയ്യോ സോറി അങ്കിളെ. ചിന്നു ചിന്നു. അയ്യോ അപ്പച്ചി എടുത്ത് പറയല്ലേ അങ്കിൾ. ചിന്നു എടി ചിന്നു. എന്നെ അടിച്ചത് ഞാൻ ബോൾ കളിക്കണ. നീ ഇതെന്തോന്ന് ഇവളോ ചെറിയ കൊച്ചു പൊട്ടിക്കാളി. അവള് ബോൾ കളിക്കണം. അവളുടെ കൂടെ മുതുക്കളവനെ നിങ്ങളൊന്നും ബോൾ കളിക്കണം. പ്രാന്താണെന്നാണോ? എനിക്കാ പ്രാന്ത്. വീട്ടിനകത്ത് ബോൾ കളിക്കണം. നിങ്ങൾക്കാണ് പ്രാന്ത്. വീട്ടിനകത്ത് ബോൾ കളിച്ച് ആടി ബോൾ കളിച്ചു ഇവിടുത്തെ കുത്തി കേൾക്കുന്നുണ്ടല്ലോ. എന്തോന്ന് കാണിക്കണം അവളായിട്ട്? ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നേ. വിളിച്ചു പോ. ഓ ചിന്നോ ചിന്നോ എന്ന് പറഞ്ഞ് വിളിച്ചു പോ. ഉറക്കി കിടത്തിട്ട് വന്നാണ് ഞാൻ പറഞ്ഞ. എടി ഇവളെന്തോന്ന് കാണിച്ചു നീ ഇത് പറയൂല. നീ എന്തിനാണ് കളിക്കാൻ വിളിച്ചത് ചേട്ടനെ? ഒരു അബദ്ധം പറ്റിപ്പോയി. ഇവള് കള്ളം വാങ്ങാടി. എന്നാണ് കളിക്കാതെ വിളിച്ചില്ല. ഞാൻ നിന്നത് കാര്യം വിളിക്കാൻ നിങ്ങൾ കളിക്കാൻ പോയാ? എനിക്ക് എന്നെ കളിക്കാൻ വിളിക്കണം നിങ്ങൾ? എന്നെ കളിക്കാൻ വിളിക്കണത്? എന്റെ ചേട്ടന്റെ അച്ഛനാണ് അവിടെ മാനസിക രോഗമായിട്ട് കിടന്നത്. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ലല്ലേ? അതാണ് നിങ്ങൾ ഇങ്ങനെ ബോളം വിളിച്ചോണ്ട് നടക്കണത്. എന്റെ ചേട്ടാ, നമുക്ക് ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കിയോട്ടെ, എന്നിട്ട് നമുക്ക് ബോൾ തേങ്ങ അറിഞ്ഞിട്ട് ഇവിടെ കൊലക്കുന്നത്. എടി ഇവളാണ് എന്റെ അച്ഛന്റെ തല അറിഞ്ഞ് ബോളം കളഞ്ഞെന്ന്. അത് പറയല്ലേ ഞാൻ വന്നത്. പിങ്കി എന്തുവാണ് ഇത്? ചേട്ടാ, ഇവളെ പിടിച്ച് പോലീസിലാണ് ഏൽപ്പിക്കേണ്ടത്. ഇവൾ എന്തോന്ന് പറയാൻ നിനക്ക് കേൾക്കണോ? ഇവൾ എന്റെ അടുത്ത് പറയാണ് നമുക്ക് ഒന്നും കൂടെ ഇപ്പൊ ഇതുപോലെ എറിഞ്ഞാലാന്ന്. നീ എന്തോന്ന് പിങ്കി മാമനെ കൊല്ലാൻ നോക്കടാ നീ? ചോയിരി നിനക്ക് എന്തോരം വേണ്ടെന്നാണോ വീട്ടുകാരൊക്കെ കൊന്നിട്ട്?
എന്തോന്നാ അപ്പച്ചി? പിടി എന്നെ കൂടെ കുത്തി കൊല്ലും എന്റെ അമ്മേ ഇവിടെ ഇവിടെ കിടന്ന് ചത്തിട്ട് വേണം നമ്മളെ തലയിലാവാൻ വൃത്തിയിട്ടോ. എടി, നീ എന്ത് സൈക്കോയാ നീ? അവളുടെ രാവിലെ തൊട്ടുള്ള ഒരു പന്ത് കളി, നിന്റെ നശിച്ച പന്ത്. അച്ഛാ ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? എണീച്ച് പോടി. നീ അല്ലടി ഇറങ്ങിട്ടത്. ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ചേട്ടാ, ഞാൻ പന്ത്. എനിക്കെല്ലാം മനസ്സിലായടി. നീ നിന്റെ അണ്ണാന്റെ ബോളും എല്ലാം കൂടെ എന്നെ തന്തയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിക്കാണ് അല്ലേടി? അടിച്ചു പോടി. പോയി വെള്ളം എടുത്തിട്ടോ പോ. ചിന്നു അച്ഛാ 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 മോനെ ഉണ്ണി. അയ്യോ തന്തേരെ പേര് പറഞ്ഞു വിളിക്കണടാ.